അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. വെൻ എ സ്മാൾ വെസൽ വാസ് ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ് 5 times ആൻഡ് എ ബിഗ് വൺ 2 times into a bucket, it contains 20 liters. Instead, when this was done twice with the small vessel and thrice with the big, it contained only 90 liters. How much can each vessel hold? ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയോ? സ്മാൾ വെസലിലാണെന്നുണ്ടെങ്കിൽ അത് 5 ടൈം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ബക്കറ്റിക്ക് 20 ലിറ്റർ ബക്കറ്റിക്ക് അത് ആ കണ്ടൻറ്റ് ടോട്ടലായിട്ട് നോക്കുമ്പോൾ 20 ലിറ്ററാണ് വരുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ 2 ടൈംസിൽ ബിഗ് വെസലാണെന്നുണ്ടെങ്കിൽ അത് 2 തവണകളായിട്ട് നിറച്ചാൽ മതി. അത് നമ്മുടെ ബക്കറ്റ് 20 ലിറ്റർ ഫില്ലാവും. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയില്ല സ്മാൾ വെസലിന് എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ, അതേപോലെ ബിഗ് വെസൽ വൈ ആണെന്ന് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിനുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ചെയ്യാം. 5 തവണയാണ് അല്ലേ സ്മാൾ വെസലുള്ളത്, അപ്പോൾ 5x ആണ്. പ്ലസ് ബിഗ് വെസലിൽ 2 ടൈംസ് 2 തവണ ആയിട്ടാണ്, അപ്പോൾ 2y ഈക്വൽ ടു ടോട്ടൽ ആ ബക്കറ്റിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് 20 ലിറ്ററാണ്, 20 ആണ് കേട്ടോ. ഇനി ഇൻസ്റ്റൻറ്റ് അതേപോലെ തന്നെ അതിന് പകരമായിട്ട് ഇവർ ചെയ്യാണ് 2 തവണ ആയിട്ട്. സ്മാൾ വെസൽ 2 തവണ 2 ഇരട്ടിയായിട്ടും ബിഗ് വെസൽ 3 ഇരട്ടിയായിട്ടും ആകുമ്പോൾ ആ ബക്കറ്റിൽ വരുന്ന കണ്ടൻറ്റ് 19 ലിറ്ററാണ്. സ്മാൾ വെസലിൽ 2 ഇരട്ടിയാണ്, അപ്പോൾ 2x ആണ് കേട്ടോ. 2x പ്ലസ് ബിഗ് വെസലിലാണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടി, അപ്പോൾ 3y ഈക്വൽ ടു 90 ലിറ്ററാണ് അപ്പോൾ കിട്ടുന്നത്. ഈ 2 റിലേഷൻസും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ബിഗ് വെസലിനകത്ത് കൊള്ളാൻ പറ്റുന്ന കണ്ടൻറ്റ് എത്ര ഉണ്ട്, അതല്ലെങ്കിൽ സ്മാൾ വെസലിൽ അതിൽ ഉള്ള എത്ര ലിറ്റർ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് സോൾവ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 5x പ്ലസ് 2y ഈക്വൽ ടു 20നും രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2x പ്ലസ് 3y ഈക്വൽ ടു 19 എന്നുമാണ് കിട്ടിയത്. അപ്പോൾ ഈ 2 റിലേഷനിലും നമുക്ക് ഒരേ ടേംസ് വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ 2 കൊണ്ട് ബോത്ത് സൈഡ്സ് 2 സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് റിലേഷനിലാണെന്നുണ്ടെങ്കിൽ 2 സൈഡും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 2 ടേംസ് ഫസ്റ്റ് ഇക്വേഷന് എങ്ങനെ മാറ്റം വരുത്താം? ഫസ്റ്റ് ഇക്വേഷന് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് മാറ്റം വരുത്തിയിട്ട് എഴുതാം. 10x പ്ലസ് 4y 10x പ്ലസ് 4y ആണ് 14 എന്ന് പറയുന്നത്. അതന്നെ രണ്ടാമത്തെ റിലേഷന് വെച്ചിട്ട് മാറ്റം വരുത്തുമ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ എങ്ങനെയാണ്? അത് 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 5 × 2 10 10x പ്ലസ് 5 × 3 15 15y ഈക്വൽ ടു 19 അല്ലേ? 19 × 5 എത്രയാണ്? 19 × 5 95 അല്ലേ? 95 കിട്ടി. മനസ്സിലായോ? കിട്ടിയില്ലേ? അപ്പോൾ ഇനി ഇതിന് നമുക്ക് അറിയാം എക്സിൻ്റെ വാല്യൂ 2 സൈഡിലും ഫസ്റ്റ് ഇക്വേഷൻ മാറ്റം വരുത്തിയതാണ് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കിട്ടിയത്. സെക്കൻഡ് റിലേഷന് നാലാമത്തെ. അപ്പോൾ ഈ മൂന്നാമത്തെ നാലാമത്തെ നമ്മളിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം 2 സൈഡിലും എക്സിൻ്റെ തുക എന്താ ഒരേപോലെയാണ് അല്ലേ? അപ്പോൾ ഒന്നിന്ന് ഒന്ന് കുറക്കാം. ഫോർത്ത് ഇക്വേഷനിൽ തേർഡ് ഇക്വേഷൻ കുറയ്ക്കാം. അതായത് 10x അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകും. 2 സൈഡിലും 2 ഇക്വേഷനും ഒരേപോലെ ഉണ്ട്. ബാക്കി അടുത്ത് വൈൻ്റെ ടേംസിൽ എന്താണുള്ളത്? 15y-ന്ന് 4y ആണ് കുറയ്ക്കേണ്ടത്. 15y-ന്ന് 4y കുറക്കുക എന്ന് പറഞ്ഞാൽ 11y ആണ്. 11y 95-ന്ന് 40 കുറച്ച് 55 ആണ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടും y എന്ന് പറഞ്ഞാൽ 55 ഡിവൈഡഡ് ബൈ 11 ആണ്. കിട്ടിയോ? ചെയ്യണം കേട്ടോ, പ്രോബ്ലംസ് ചെയ്യണം. y എന്ന് പറഞ്ഞാൽ 55/11 എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം വൈൻ്റെ തുക എന്ന് പറഞ്ഞാൽ 5 ആണ്. y അറിയാം ബിഗ് വെസലാണ്, ബിഗ് വെസൽ 5 ആണ്. ഈ ബിഗ് വെസൽ 5 ആണെന്ന് പറഞ്ഞാൽ സ്മാൾ വെസൽ എങ്ങനെ കാണുക? ഫസ്റ്റ് റിലേഷൻ നമുക്കറിയാം 5x പ്ലസ് 2y ആണ് 20 ലിറ്റർ എന്ന് പറയുന്നത്. അതിൽ ബിഗ് വെസൽ കിട്ടിയിട്ടുണ്ട് 5 എന്നുള്ളത്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 5x പ്ലസ് 2 ഇൻറ്റു വൈക്ക് പകരം 5 കൊടുക്കുക ഈക്വൽ ടു 20 എന്ന് കിട്ടി. 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ -10 ആവും. 5x ഈക്വൽ ടു 20 - 10. ഈ 5x എന്ന് പറഞ്ഞാൽ 20 ആണ്. 20-ന്ന് 10 കുറച്ചാലാണ് 5x കിട്ടുന്നത്. അതായത് 5x 10 ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും? 10/5 ആണ്. എക്സിൻ്റെ വാല്യൂ 2 ആണ് കേട്ടോ. എക്സ് 2 ആണ്, വൈ 5 ആണ്. എക്സ് സ്മാൾ വെസലാണ്, അതിൽ 2 ലിറ്ററാണ് കൊള്ളുന്നത്. വൈ എന്ന് പറഞ്ഞാൽ ബിഗ് വെസലാണ്, അതിനകത്ത് 5 ലിറ്റർ വരെ കൊള്ളാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് ഫ്രാക്ഷൻ എന്നുള്ള രീതിക്ക് സോൾവ് ചെയ്യുക. ഡിഫറെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഇതന്നെ നമുക്ക് ഇൻറ്റിജർ തന്നെ ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്തത് ആൾജിബ്രൈക് മെത്തേഡ് വെച്ചിട്ടാണ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഒരു ഇൻറ്റിജർ എന്നുള്ള രീതിക്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് നമ്പർ വെച്ചിട്ട് കേട്ടോ. അതിൻ്റെ കാര്യം കൂടി ഒന്ന് എക്സ്പ്ലനേഷൻ തരാം. അത് നമ്മൾ പെന്നിൻ്റെയും മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെയാണ് വരുന്നത്. അതിലെങ്ങനെയെന്ന് വെച്ചാൽ
സ്മാൾ വെസൽ 5 ലിറ്ററാണ്. അപ്പോൾ 5 തവണകളായിട്ടാണ് അല്ലേ. അപ്പോൾ സ്മാൾ വെസലിൽ 5 തവണ 5 ലാർജ് വെസലിൽ 2 തവണ ആയിട്ട് ടോട്ടലി 20 കിട്ടി. വാട്ടറിൻ്റെ കണ്ടൻറ്റ് 20 ലിറ്ററാണ്. അപ്പോൾ 20 കിട്ടി. പിന്നെ അടുത്തതിൽ സ്മാൾ വെസൽ 2 ലാർജ് വെസലിൽ 3 അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് 19 കിട്ടി. ഇത് രണ്ടും കൂടി റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഉത്തരങ്ങൾ മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷനായിട്ട് കിട്ടി. സ്മാൾ ഉള്ളത് 10, ലാർജ് ഉള്ളത് 4, വാട്ടർ 40. അപ്പോൾ ഈ സ്മാളിൻ്റെ കണ്ടൻറ്റ് രണ്ടിലും ഈക്വലാണ് അല്ലേ. നാലാമത്തേലും മൂന്നാമത്തേലും ഈക്വലായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 4 കുറച്ച് 11 കിട്ടും. 11 പിന്നെ 95 40 കുറച്ച് 55 കിട്ടും. എന്നിട്ട് ഇവിടെ കോമൺ ആയിട്ടുള്ള ഡിവിസിബിൾ ആയിട്ടുള്ളത് 11 ആണ്. അപ്പോൾ രണ്ടിലും കൂടി അതിൻ്റെ ഡിവിസിബിൾ കോമൺ ആയിട്ടുള്ളത് നോക്കുക, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഒരു ഉത്തരം. ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് y എന്ന് പറയുന്നത് 5 ആണ് എന്നുള്ളത് കേട്ടോ. y 5 ആണെന്ന് പറഞ്ഞാൽ അതായത് ലാർജ് വെസലാണ് y. ആ യിലുള്ളത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് 5 ലിറ്റർ ആണെന്ന് കിട്ടി. ഈ 5 ലിറ്റർ കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളത് അവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് y 5 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ബാക്കി 2 × y ആണ്. 2 × 10 എന്ന് പറഞ്ഞാൽ 20 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈ 10 ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 20 - 10 ആവും. അപ്പോൾ 10 കിട്ടി. അപ്പോൾ 5 സ്മാൾ വെസലാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്മാൾ വെസൽ എന്ന് പറഞ്ഞാൽ 10/5 ആണ്. 10/5 പറഞ്ഞാൽ 2 അങ്ങനെ കിട്ടും കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലം കൂടിയും ചെയ്യാം അല്ലേ. ചെയ്യണോ? ഓക്കെ. ദ പ്രൈസ് ഓഫ് 2 kilogram of orange and 3 kilogram of apple is 520 rupees. The price of 3 kilogram of orange and 2 kilogram of apple is 480 rupees. What is the price of each? ഇവിടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 കിലോഗ്രാം. നമുക്ക് ഓറഞ്ച് എന്താണ്, ആപ്പിൾ എന്താണ്, അതിന് നമ്മൾക്ക് അറിയില്ല. ഓറഞ്ചിൻ്റെ തുകയും കാണണം. 1 കിലോ ഓറഞ്ചിൻ്റെ പ്രൈസ് നമുക്ക് അറിയില്ല, 1 കിലോ ആപ്പിളിൻ്റെ പ്രൈസും അറിയില്ല. അപ്പോൾ ഓറഞ്ചിന് X കൊടുത്തു, ആപ്പിളിന് Y കൊടുത്തു. മനസ്സിലായോ? ആൽജിബ്രൈക് മെത്തേഡ് വെച്ചിട്ടാണ്. 2 kilogram of orange, 2 kilogram of orange എന്ന് പറഞ്ഞാൽ 2x 2x + 3 kilogram 3y. അതിന് നമുക്ക് കിട്ടിയ പ്രൈസാണ് 520 rupees. 520 കേട്ടോ. ഇനി 3 കിലോഗ്രാം ഓറഞ്ച് പറഞ്ഞാൽ 3x ആണ് കേട്ടോ. 3x 2 കിലോഗ്രാം ആപ്പിൾ, 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2y. അപ്പോൾ നമുക്ക് 480 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ എന്ത് ചേഞ്ച് വരുത്താണ്? അത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ഒന്നാമത്തേത് മാറിയിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടാവും? രണ്ട് സൈഡും 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 3 × 2 6x പ്ലസ് 3 × 3 9y ഈക്വൽ ടു 520 × 3. 520 × 3 എത്രയാണ്? 520 × 3. അപ്പോൾ നമുക്ക് കിട്ടി 1560 എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് റിലേഷന് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എത്ര? 2 കൊണ്ട്. അപ്പോൾ നമുക്ക് നാലാമത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറ്റം വരുത്താം? 2 × 3x 6x പ്ലസ് 2 × 2y ഈക്വൽ ടു 4y ഈക്വൽ ടു 480 × 2. 480 × 2 എത്രയാണ്? 560. 560 ആണോ? 960 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ഈ മാറ്റം വരുത്തിയ മൂന്നാമത്തെ ഇക്വേഷനും ഉണ്ട്, നാലാമത്തെ ഇക്വേഷനും ഉണ്ട് അല്ലേ. മൂന്നാമത്തേന്ന് നാലാമത്തെ ഇക്വേഷൻ കുറക്കാം. കുറക്കുമ്പോൾ എന്താ കിട്ടുക? 6x കുറച്ചാൽ 0x ആണ്. 9y 4y കുറച്ച് 5y ആണ്. 5y ഈക്വൽ ടു 1560 960 കുറക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 6 കിട്ടും. 600 കേട്ടോ കിട്ടുക. 600 കിട്ടും. 1560 960 കിട്ടിയാൽ 600 കിട്ടുന്നത്. 600 കിട്ടി. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 600/5 ആണ്. 600/5. അപ്പോൾ y ഈക്വൽ ടു 600/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60/5 12 ആണ്. അപ്പോൾ 120. വൈൻ്റെ തുക 120 വൈ എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. 1 കിലോ ആപ്പിളിന് 120 രൂപയാണ്. ഇനി എക്സ് നമുക്ക് കാണണ്ടേ? എക്സ് എന്ന് പറഞ്ഞാൽ അറിയാം 2x + 3y ആണ് 520. വൈ നമുക്കറിയാം 120 ആണെന്ന്. അപ്പോൾ 2x + 3 × 120. 3 × 120 ആണ് 520. 12 ഇരുന്നാല് 36. അപ്പോൾ 2x + 3 × 120 360 ആണ് ഈക്വൽ ടു 520 ആണ്. അപ്പോൾ 2x എന്താണ്? 2x എന്ന് പറഞ്ഞാൽ 520 - 360 ആണ് കേട്ടോ. 520 ന് 360 കുറക്കാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 160. 2x ആണ് 160. x